ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാടൻ മട്ട അരി കൊണ്ട് ഒരു അരിയുണ്ടയാണ്. ഇതുണ്ടാക്കാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: 1/4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച പാലക്കാടൻ മട്ടയരി. ഈ അരി ഞാൻ എടുത്തിരിക്കുന്ന അളവ് ഈ പാത്രത്തിൻ്റെ പകുതിയോളമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുറി ചിരകിയ തേങ്ങ, പിന്നെ 2 വെല്ലം നമുക്ക് മധുരം എത്രയാണ് ആവശ്യമുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. പിന്നെ വെല്ലം എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം നമുക്ക് ഇത് ഉണ്ടയാക്കി എടുക്കാൻ സാധിക്കും. അടുത്തതായി നമ്മൾ അരി വറുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാൻ അരി വറുക്കുന്നതിന് വേണ്ടി ഒരു വലിയ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം അരി വറുക്കുമ്പോൾ അത് തെറിച്ച് പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായി അരി ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. അരി ഇട്ട ഉടനെ നമ്മൾ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിങ്ങനെ നമ്മൾ ഒരു ബ്രൗൺ കളറായി അത് വറവായി വരുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറേ നേരം ഒരു ബ്രൗൺ കളറാവും. അപ്പോഴാണ് അത് വറവായി എന്ന് അറിയുക. അവരെ നമ്മൾ ഇളക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് കരിയുന്നതാണ്. ഇപ്പോൾ അരി ഏകദേശം വറവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അരി തെറിക്കൽ തുടങ്ങി. ഇപ്പോൾ കൈമക്കാവാതെ നോക്കണം. ഇപ്പോൾ നമ്മൾ അരി വറവായി തുടങ്ങുമ്പോൾ തെറിക്കൽ കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ച് സ്പീഡിൽ ഇളക്കി കൊടുക്കണം. അപ്പോഴേ നേർക്കും ഉണ്ടാവുള്ളൂ. അരി പൊട്ടി തെറിക്കുന്ന സൗണ്ട് കുറഞ്ഞു വരുമ്പോൾ അത് വേവായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അരി ഇപ്പോൾ നന്നായി ആയി വന്നിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചൂടാറാൻ വേണ്ടി ഒരു കടലാസിലേക്ക് മാറ്റണം. ഇത് ചൂടാറുന്നതിന് വേണ്ടി ഞാൻ ഒരു പേപ്പറിലേക്ക് അരിയെ മാറ്റുകയാണ്. നന്നായി ചൂടാറണം. അപ്പോൾ അതിനു വേണ്ടി ഒരു നല്ല പരന്നൊരു പേപ്പറിലേക്ക് മാറ്റി അത് പരത്തി വെക്കണം. അരി ഇപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ പൊടിക്കുന്നതിന് വേണ്ടി ഒരു ജാറിലേക്ക് മാറ്റാണ്. അരി ഇപ്പോൾ നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇടാൻ വേണ്ടി ശർക്കര ചിരണ്ടാണ്. അപ്പോൾ നമ്മളെ ശർക്കര അവിടെ ചിരണ്ടി കഴിഞ്ഞിരിക്കണേ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവാണ്. ഇനി അടുത്തത് നമ്മൾ തേങ്ങ ഇടുകയാണ്. അപ്പോൾ തേങ്ങ വറുത്ത് വെച്ചാൽ കൂടുതൽ ദിവസം നമുക്ക് അരിയുണ്ട ഉപയോഗിക്കാം. തേങ്ങ വറുക്കാതെയാണ് ഇപ്പോൾ ഞാൻ ഇടണത്. തേങ്ങ വറുക്കാതെ ഇട്ടാൽ നമുക്ക് കുറച്ച് ദിവസമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അരിയുണ്ട.
തേങ്ങ വറുത്താൽ നമുക്ക് കൂടുതൽ ദിവസം എടുത്ത് വെക്കാം. അപ്പോൾ തേങ്ങ ഞാൻ അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ നമ്മളത് അരഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല അരഞ്ഞാണ്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഇനി നമ്മൾ അടുത്തത് ഇത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ അരിയുണ്ട ഇവിടെ ഉരുട്ടി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അരിയുണ്ട ഇവിടെ റെഡി ആയിക്കണേ.